നമുക്ക് ഭാഗ്യഹീനത എന്ന് പറയും. ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ ചിലപ്പോൾ അതുപോലെ ചില സൂയിസൈഡ് ടെൻഡൻസി അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ അല്ലെങ്കിൽ ചിലത് ഈ ഒരു സിറ്റുവേഷനൊക്കെ ഒരു പരിധി വരെ ഒരു പരിഹാരമാകുന്നതാണ്. ഇവർക്ക് സാമ്പത്തികമായിട്ട് പല രീതിയിൽ ഉയർച്ച വരുന്നതും അതുപോലെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അതുപോലെ വണ്ടി വാങ്ങിക്കാൻ, വീട് മെയിൻ്റനൻസ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ടൈമാണ്. വീട് മോടി പിടിപ്പിക്കാൻ, അല്ലെങ്കിൽ വീടിൻ്റെ കല്ലിടിയിൽ കർമ്മം നടത്താൻ, അങ്ങനെയൊക്കെ ഉള്ള ഏതെങ്കിലുമൊക്കെ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ ഇവർക്കുടെ വീട്ടിലുണ്ടാകാനുള്ള ഒരു സാധ്യത. അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ബ്രോക്കറേജ് അങ്ങനെയൊക്കെ ഉള്ളത് ആൾക്കാർക്ക് നല്ലതാണ്. അതുപോലെ വസ്തുപരമായിട്ട് എന്തെങ്കിലുമൊക്കെ നല്ല കൊടുക്കവാങ്ങലോ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ പ്രത്യേകിച്ച് നടക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് കേതുവൊക്കെ ഈ ശുക്രനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെന്നൊരു വസ്തു വിൽക്കാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ പ്രത്യേകിച്ച് നല്ല രാഹുവൊക്കെ ശുക്രനുമായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാർക്കാണ് 100% വസ്തു വാങ്ങിക്കാനും എടുക്കാനും ഒക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ നമ്മുടെ ഈ പ്ലാനറ്ററി പൊസിഷൻ മാറുന്നതിൻ്റെ അനുസരിച്ചാണ് ഈ ഒരു കാര്യങ്ങൾ വരുന്നതെന്നുള്ളത് മനസ്സിലാക്കണം. അതുപോലെ വിദ്യാഭ്യാസപരമായിട്ട് നല്ല ഉയർച്ച, വിദ്യാഭ്യാസം അല്ലെങ്കിൽ സ്കൂൾ കോളേജ് അങ്ങനെ പഠിക്കുന്ന ആൾക്കാർക്ക് കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഈ ഒരു സമയത്ത് നല്ല ഉയർച്ച